CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഉമാങ് ആപ്പിലും ഫലം ലഭ്യമാകും. 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത് ലാൽ, ഇന്ന് ഈ ഫലം വരും എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഫലം വന്നിരിക്കുകയാണ്. എന്താണ് അതിൽ നിന്നുമുള്ള വിവരങ്ങൾ? CBSE 10ാം ക്ലാസ് പരീക്ഷ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. കാരണം ഗൾഫ് യുദ്ധം മൂലം അല്ല പശ്ചിമേഷ്യയിലെ ഇറാൻ സംഘർഷം മൂലം ഗൾഫ് മേഖലയിലെ CBSE പരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലുള്ള CBSE പരീക്ഷാ ഫലം 10ാം ക്ലാസ് പരീക്ഷ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള മറ്റുള്ള പരീക്ഷാ ഫലം, അതായത് ഇന്ത്യയിലെ മുഴുവൻ അതായത് പശ്ചിമേഷ്യ സംഘർഷം മൂലം മാറ്റിവെച്ചുള്ള ഗൾഫ് മേഖലയിൽ ഒഴിച്ചുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലെ 10ാം ക്ലാസ് CBSE പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവിധ വെബ്സൈറ്റുകളിൽ ഈ പരീക്ഷാ ഫലം ലഭ്യമാണ്. അല്ലെങ്കിൽ പ്രധാനമായി റിസൾട്ട് CBSE nic.in എന്ന വെബ്സൈറ്റിൽ റോൾ നമ്പർ അടിച്ചാൽ പരീക്ഷാ ഫലം ഉടനെ വിദ്യാർത്ഥികൾ ലഭിക്കും. അതുപോലെ തന്നെ ഉദംഗ് ആപ്പ് വഴിയും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് അറിയാം. അതല്ല, മറ്റൊരു ഫോൺ നമ്പറും ടോൾ ഫ്രീ ഫോൺ നമ്പറും ഇതിനായി റിസൾട്ട് അറിയാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. 77-38-9 എന്ന നമ്പറിലേക്ക്, അതായത് പരീക്ഷ വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും അതുപോലെ പരീക്ഷാ സെൻറ്ററും സ്കൂളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് AVR വഴി പരീക്ഷാഫലം നൽകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതായാലും പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നു CBSE. 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പരീക്ഷാഫലം ഗൾഫ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക്, CBSE വിദ്യാർത്ഥികൾക്ക് ബാധകമല്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിലടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ ഗൾഫിൽ CBSE അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഗൾഫ് മേഖലയിലെ CBSE ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. മറ്റു മേഖലകളിലെ, അതായത് സദേൺ മേഖല, അതേപോലെ വടക്കു കിഴക്കൻ മേഖല, മധ്യ മേഖല ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് തൊട്ടപ്പുറത്തുള്ള മാലിദ്വീപും അത് ഒരു സെൻ്ററുണ്ട്. അതേപോലെ തന്നെ മൗറീഷ്യസിലും ഒരു സെൻ്ററുണ്ട്. ഈ സ്ഥലങ്ങളിലുള്ള പരീക്ഷാ ഫലം മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ശരത് ലാൽ.